ശ്രീജിത്ത് സാർ നമസ്കാരം. ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് കുംഭമേളയിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ കുംഭമേളയെ തന്നെ അവർ അഭിസംബോധന ചെയ്തത് മൃത്യുമേള എന്നാണ്. മഹാമൃത്യുമേള. അതായത് ഈ മരണം വിതയ്ക്കുന്ന മേള എന്ന അർത്ഥത്തിലാണ് അവരത് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മമത പറഞ്ഞു നിർത്തിയതിന് തൊട്ട് മുന്നേ തന്നെ അല്ലെങ്കിൽ അതോടനുബന്ധിച്ച് തന്നെ ഈ ലല്ലു പ്രസാദ് യാദവ് ഒരു പരാമർശം നടത്തി. ഈ പറയുന്ന മഹാകുംഭമേളയിൽ പോയി മുങ്ങുന്നവരെല്ലാം വിഡ്ഢികളാണ് എന്നുള്ള തരത്തിലൊരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കുറച്ചു മുമ്പാണ് മല്ലികാർജുൻ ഖർഗെ, അതായത് കുംഭമേള ആരംഭിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് കുംഭമേളയിൽ പോയി മുങ്ങിയാൽ പട്ടിണി മാറുമോ എന്നായിരുന്നു ചോദ്യം. യഥാർത്ഥത്തിൽ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ, ഒരു ചടങ്ങിൽ, ഒരു ആചാരത്തിൽ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ എന്തിനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പാർത്ഥൻ നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദുക്കളുടെ ദുര്യോഗാവസ്ഥ എന്ന് നമുക്ക് പറയാവുന്നൊരു കാര്യമാണിത്. പറയുന്ന സമയത്ത് ഇതൊരു ഹിന്ദു മെജോറിറ്റി ആയിട്ടുള്ള രാജ്യമാണ്. പക്ഷേ ഇവിടെ ഹിന്ദുക്കളുടേതായിട്ടുള്ള എല്ലാ ആഘോഷ പരിപാടികളും, അത് പലപ്പോഴും ദീപാവലി ആയിക്കോട്ടെ, ഹോളി ആയിക്കോട്ടെ, ഏത് ആഘോഷ പരിപാടികളാണെങ്കിലും അതിനെ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വിമർശിക്കുകയാണ്, അതിനിശിതമായി വിമർശിക്കുകയാണ്. പലപ്പോഴും അതിലേക്ക് അസഭ്യവും അശ്ലീലവും ഒക്കെ കലർത്തിപ്പോലും ആൾക്കാരതിനെ വിമർശിക്കുകയാണ്. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഹിന്ദുവിൻ്റെ ഒരു ആഘോഷവും ഇല്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇതര മതവിഭാഗങ്ങളുടേതായിട്ടുള്ള ആഘോഷങ്ങളുണ്ട്, അവരുടെ പരിപാടികളുണ്ട്. അതിലൊന്നും തന്നെ ആർക്കും പ്രത്യേകിച്ച് ഈ രീതിയിലത്തേക്കുള്ള ഒരു സവിശേഷ ശ്രദ്ധ ഇല്ലതാനും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഹിന്ദുക്കളോടൊപ്പം നിൽക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരങ്ങളെ ബഹുമാനിക്കുന്ന പാർട്ടികൾ ഏതൊക്കെയാണ് എന്നതിൻ്റെ ഒരു കണക്ക് നമ്മളെടുത്ത് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടികളുടെയും മുകൾ തട്ടിലുള്ള അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം പലപ്പോഴും ഹിന്ദുക്കളുടെ മഹാമേളകളുമായി ബന്ധപ്പെട്ട്, മതപരമായിട്ടുള്ള ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പാർത്ഥൻ ആമുഖമായി പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നിഴലിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ BJPയുടെ ആരെങ്കിലും ഈ മേളയെ ഇകഴ്ത്തി പറഞ്ഞതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപൂർവമാണ് എങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും രാഷ്ട്രീയമായിട്ടുള്ള ചില വിമർശനങ്ങൾ അവിടുത്തെ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് ഉയർത്തി എന്നതിനപ്പുറത്തേക്ക് ഈ മേളയെയോ അല്ലെങ്കിൽ അതൊരു ഹിന്ദു ആചാരം എന്ന രീതിയിലത്തേക്കോ അതിനെ നിന്ദിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല. മറിച്ച് അദ്ദേഹവും അവിടെ പോകുന്നു, കുംഭമേളയിൽ സ്നാനം നടത്തുന്നു, എന്നിട്ട് പലപ്പോഴും അദ്ദേഹവും അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുമുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അധ്യക്ഷനാണ് പറയുന്നത് കുംഭമേളയിൽ പോയി മുങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നാടിന് ഗുണം, ഇവിടുത്തെ പട്ടിണി മാറുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നത് ആ ഒരു പ്രസ്താവനയെ തിരുത്തുന്നതിന് വേണ്ടി അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെയുള്ള മതപരമായിട്ടുള്ള ആചാരങ്ങളിലൊക്കെ തന്നെ ആൾക്കാർ പങ്കെടുക്കുന്നത് ഇവിടെയുള്ള പട്ടിണി മാറുക എന്നതിന് വേണ്ടിയിട്ടല്ല. എന്ത് കാര്യവും ചെയ്തു കഴിഞ്ഞാൽ അതിന് പിന്നിൽ പട്ടിണി മാറുക എന്ന ഉദ്ദേശമല്ല ഉള്ളത് എന്ന് അദ്ദേഹത്തെ തിരുത്തുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതികളിലുള്ള മറ്റാരും തന്നെ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവർ ഈ പറയുന്ന അല്ലെങ്കിൽ ഖാർഗെ പറയുന്നത് എന്തോ അതാണ് കോൺഗ്രസിൻ്റെ പൊതുവായിട്ടുള്ള ഈ വിഷയത്തിലെ അഭിപ്രായം എന്ന നിലയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടിയെയും പ്രതിനിധീകരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ കുംഭമേളയെ ഇകഴ്ത്തി പറയുകയും അത് തിരുത്തപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇന്ത്യ സഖ്യത്തിലുള്ള പല പ്രധാനപ്പെട്ട കക്ഷികളും ഇങ്ങനെയുള്ള ഒരു വലിയ ഹിന്ദു ആഘോഷം, നമ്മുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു ആഘോഷത്തിനെ നിന്ദിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇപ്പോൾ ഈ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതാണെങ്കിലും ലാലു പ്രസാദ് യാദവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതാണെങ്കിലും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുംഭമേള നേരാണ് 50 കോടി അല്ലെങ്കിൽ 60 കോടി ആൾക്കാർ ഇതിനോടകം അവിടെ വന്നിട്ടുണ്ട് എന്നാണ് UPയിലെ പോലീസ് പറയുന്ന കണക്ക്. അപ്പോൾ ആ ഫുട്ഫോൾസ് ഒക്കെ അവർ മെഷർ ചെയ്തിട്ടാണ് അവർ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്ക് പറയുന്നത്. അതിൽ അവർ പറയുന്നത് ഇപ്പോൾ തന്നെ ഏതാണ്ട് 57 കോടിയോ 60 കോടിയോ ഒക്കെ തന്നെ കടന്നു എന്ന കണക്കിലാണ് അവർ പറയുന്നത്. അത് പല ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ആ നമ്പറിലേക്കൊക്കെ ഏകദേശം അവരതിനെ അംഗീകരിക്കുന്നുമുണ്ട്. കാരണം അത്രത്തോളം വലിയ തിരക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ വലിയ രീതിയിലത്തേക്ക് ക്രൗഡഡ് ആയിട്ട് വരുന്ന ഒരു സ്ഥലത്ത് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പാളിച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയൊന്നും ആൾക്കാർ വേണ്ട സത്യത്തിൽ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാകാൻ. കോടിക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല ഇതിനു മുമ്പ് ഇവിടെ തിക്കിലും തിരക്കിലും പെട്ട അപകടമുണ്ടായിട്ടുള്ളത്. അപ്പോൾ മമതാ ബാനർജി ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഇത്തവണ ഒരു അപകടമുണ്ടായി, കുറച്ചധികം ആൾക്കാർ മരിച്ചു, അതുകൊണ്ട് ഈ കുംഭമേള എന്ന് പറയുന്നത് മൃത്യുമേളയാണ്. അവിടെ വരുന്നത് മരണത്തിനെ ഒരുപക്ഷെ നമുക്ക് മരിക്കാനുള്ള ഒരു വിധിയായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന അർത്ഥത്തിലൊക്കെയാണ്
ഇവിടെ ആൾക്കാർ ഈ കൂട്ടമായിട്ട് അപകടങ്ങളിൽ പെടുന്നു, അവർ മരണപ്പെടുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കുംഭമേളയെ അവർ മൃത്യുമേള എന്ന് വിളിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ മമതാ ബാനർജി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ബംഗാളിൽ ഗംഗാസാഗർ മേള നടന്നിട്ടുണ്ട്. ഈ ഗംഗാസാഗർ മേളയിൽ അതുമായി ബന്ധപ്പെട്ട തിക്കിലും തിരക്കിലും പെട്ട് അവിടെ ബോട്ട് ജട്ടിയിലും മറ്റും ഉണ്ടായിരുന്ന തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഗംഗാസാഗർ മേള എന്ന് പറയുന്നത് മൃത്യുസാഗർ മേളയാണ് എന്ന് മമതാ ബാനർജിക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് നമ്മുടെ നാട്ടിലാണ് ഇത് നടക്കുന്നത് എങ്കിൽ അത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടായിക്കോട്ടെ, സുരക്ഷാ വീഴ്ച ആയിക്കോട്ടെ, എന്ത് കാരണത്താലായാലും ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആ ചടങ്ങിൻ്റെ കുഴപ്പമല്ല, അവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പല റെയിൽവേ സ്റ്റേഷനുകളിൽ ഇതേപോലെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല പാലങ്ങളും തകർന്നു വീണിട്ടുണ്ട്. അത് ആ പ്രദേശത്തിൻ്റെ കുഴപ്പമല്ല, നേരെ മറിച്ച് ആ കൺസ്ട്രക്ഷൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ കാര്യം നോക്കൂ. ഇപ്പോൾ മമതാ ബാനർജിയെ കൂടുതലായിട്ട് പിന്തുണയ്ക്കുന്ന കുറേയധികം ആൾക്കാർ ഇപ്പോൾ രാഷ്ട്രീയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നിരയിലുള്ളത് എന്നതിൻ്റെ അർത്ഥത്തിൽ കേരളത്തിലുമുണ്ടല്ലോ. ശബരിമല പുല്ലുമേട് ദുരന്തം ഓർമ്മയില്ലേ? 100-ലധികം ആൾക്കാരാണ് അന്ന് അവിടെ മരണപ്പെട്ടത്. അന്ന് ആരെങ്കിലും പറഞ്ഞോ ശബരിമലയല്ല അത് മൃത്യുമലയാണ് എന്ന് പറഞ്ഞോ? ഇല്ല. കാരണം അതിന് വേണ്ടുന്ന കോമൺ സെൻസ് നമുക്ക് എല്ലാവർക്കുമുണ്ട്, നമ്മുടെ നാട്ടിലുള്ള എല്ലാ പാർട്ടികൾക്കുമുണ്ട്, അത് മറ്റെല്ലാ സ്ഥലത്തും അത് തന്നെയുണ്ട്. അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അന്ന് ഭരണത്തിലിരിക്കുന്നത് BJP അല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പാർത്ഥൻ, ഈ കേരളത്തിൽ BJP അല്ല അധികാരത്തിലിരിക്കുന്നത്, ബംഗാളിൽ BJP അല്ല അധികാരത്തിലിരിക്കുന്നത്, അവർ അധികാരത്തിലിരിക്കുന്ന സമയത്തല്ല ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് മാത്രം ഈ മേളയെ ആക്രമിക്കാതിരിക്കുകയും മറിച്ച് BJPക്ക് അധികാരമുള്ള ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു മേളയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അത് BJPയുടെ കുഴപ്പമാണ് എന്നത് അങ്ങനെ പറയുന്നത് പോലും രാഷ്ട്രീയ വിമർശനമാണ്. അതിനപ്പുറത്തേക്ക് അത് ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ് എന്ന നിലയ്ക്കൊക്കെ തന്നെ അതിനെ വ്യാഖ്യാനിക്കുന്നതൊക്കെ തന്നെ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ ബോധം കൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റും വന്നിരിക്കുന്നത്. ഇപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒന്നുകിൽ വെട്ടികളായിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഇതൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഫാൽത്തുവായിട്ടുള്ള മേളയാണ് തുടങ്ങിയ പല പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിനെതിരെയും അവിടെ പ്രതിഷേധിക്കുന്നത് NDAയിലുള്ള പാർട്ടികൾ തന്നെയാണ്. അപ്പോൾ പ്രതിഷേധം ഉയർത്തുന്ന പാർട്ടികൾ ആരൊക്കെയാണ്? BJPയും JDU പോലെയുള്ള പാർട്ടികളാണ് അവിടെ പ്രതിഷേധിക്കുന്നത്. എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിൽക്കുന്ന അവരുടെ ഒരു ആചാരത്തിനെ അധിക്ഷേപിക്കുന്നതിനെതിരെ നിലനിൽക്കുന്ന പാർട്ടികൾ BJPയും ഈ പറയുന്ന JDUവും ഒക്കെ തന്നെ മാത്രമാണ്. RJDക്ക് ഈ രീതിയിലത്തേക്കുള്ള ബോധമില്ല, തൃണമൂൽ കോൺഗ്രസിനതില്ല, കോൺഗ്രസിനതില്ല, മറ്റു പല പാർട്ടികൾക്കും അതില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് വിവാദമായ അതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകളും ഈ കുംഭമേളയ്ക്കെതിരായിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നതാണ്. കാരണം കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കക്ഷികൾക്കും കുംഭമേളയോട് ഒരു അലർജി എന്നുള്ള നിലയിലുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറും മകളും കുംഭമേളയിലെത്തി സ്നാനം ചെയ്തു. ഈ പറയുന്ന ഖർഗെ പറഞ്ഞത് ശിവകുമാറിന് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ശിവകുമാറിന്റെ മകളെ വരെ അവർ സംഘിയാക്കി എന്നുള്ളതാണ്. കാരണം നാളെ BJPയിലേക്ക് പോകേണ്ട ആളാണ്, ഇവരൊക്കെ സംഘിയാണ് എന്ന് തുടങ്ങിയ പല ഈ സൈബർ ആക്രമണങ്ങളും ആ കുട്ടിക്കെതിരെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു തരത്തിൽ ഒരു എല്ലാ രീതിയിലും ഈ കുംഭമേള എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു വർഗീയതയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എല്ലാ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ടോ? അതായത് നമ്മുടെ സമയം അവസാനിക്കാറായി, അങ്ങ് ചുരുങ്ങിയ വാക്കുകൾ. അല്ല പാർത്ഥൻ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ആൾക്കാരെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കുംഭമേള നടത്തിയിരിക്കുന്നു, കുംഭമേളയിൽ അവിടെ ഇത്രയും വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടാകുമെന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കരുതിയില്ലേ? അപ്പോൾ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നിങ്ങൾ നടത്തിയില്ലേ? ഈ ആൾക്കൂട്ടത്തിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ആധുനിക ടെക്നോളജികൾ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊന്നും പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അത് വാലിഡാണ്, അത് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു വിമർശനമാണ്, പ്രത്യേകിച്ച് അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമർശനമാണ്. ഇതിനൊക്കെ തന്നെ അവർക്ക് അധികാരമുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ വിമർശനം എന്ന് പറയുന്നത് മാറി 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 വന്ന് ഒരു മതത്തിനെതിരായിട്ടുള്ള വിമർശനമായി മാറുകയും ആ മതത്തിൻ്റെ ആചാരങ്ങൾക്കെതിരെ, ആഘോഷങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രസ്താവനകളായി മാറുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹിന്ദുക്കളെ ഏലിയനേറ്റ് ചെയ്യുകയാണ്. നിങ്ങളവിടെ രാഷ്ട്രീയമായിട്ട് BJP എതിർക്കുകയല്ല, മറിച്ച് BJPക്ക് നിങ്ങളവിടെ ശക്തി പകരുകയാണ്. കാരണം അല്പം സോഫ്റ്റ് ഹിന്ദുവായിരിക്കുന്ന ഒരാൾ,
അവിടെ കുംഭമേളയിൽ പോകാം, എൻ്റെ മതത്തിൻ്റെതായിട്ടുള്ള ആചരണമാണ്, ഞാൻ അതുകൊണ്ട് അവിടെ പോയി പങ്കെടുക്കാം എന്ന് കരുതുന്ന ഒരാളിനെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലത്തേക്ക്, അല്ലെങ്കിൽ എന്തോ തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ചടങ്ങിലേക്കാണ് പോകുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫീൽ അയാളിൽ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവന വന്നു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് ഹിന്ദു ഹാർഡ് ഹിന്ദുവായി മാറും. എന്ന് വെച്ചാൽ അത് കൂടുതൽ ഊർജ്ജം പകരുക BJPക്കാണ്. ഞാൻ പറയുന്നത്, ഹിന്ദു ആചാരങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അട്ടിപ്പേർ അവകാശം നിങ്ങൾ എന്തിനാണ് BJPക്കും RSSനും നൽകുന്നത്? അതൊരു ആചാരമാണ്. ഇവിടെയുള്ള ഒരു പൊതു മതവിഭാഗത്തിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയും അത് അനുവർത്തിക്കുന്ന ആൾക്കാരെ മുഴുവൻ ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ഇവർ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്. അത് കേവലം ഒലിച്ചു പോവുകയല്ല, അവർ തന്നെ അത് വെട്ടിക്കളയുന്നതിന് തുല്യമായിട്ടുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെയുള്ള പരിപാടി ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു ബോധം ഈ പാർട്ടികളിലുള്ള ഒരു നേതാവിനും ഉണ്ടാകാത്തത് കൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞിരിക്കുന്ന പോലെ ബ്രിട്ടാസിൻ്റെ പ്രസ്താവന, ഖാർഗെയുടെ പ്രസ്താവന, ഇതൊക്കെ വന്നിട്ട് എത്ര കാലമായി? ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും തിരുത്തപ്പെടാതെ ഈ പ്രസ്താവനകൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം സനാതനധർമ്മ വിരുദ്ധത എന്ന് പറയുന്നതിനെ പലപ്പോഴും ഈ നേതാക്കന്മാർ BJP വിരുദ്ധതയായിട്ട് തുലനം ചെയ്തു എന്നതുകൊണ്ടാണ്. ആ പാർട്ടി ഹിന്ദുത്വ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പാർട്ടിയായിരിക്കും എന്ന് വെച്ച് നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെല്ലാവരും BJPക്കാരോ RSSകാരോ ആണെന്നുള്ള അർത്ഥമില്ല. ആ രീതിയിൽ നിങ്ങൾ കണ്ടുകൊണ്ട് ഈ മതത്തിനെ ഏലിയനേറ്റ് ചെയ്യാൻ പോയാൽ അത് നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കും എന്ന് മാത്രമാണ് റിയാലിറ്റി. അത് പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും വിവേകവും ഒക്കെ ഇവർക്കുണ്ടാകണം എന്ന് നമുക്ക് അവിടെ സ്നാനം ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ. പ്രാർത്ഥന. ശരി, എന്തായാലും ഈ പറയുന്നത് പോലെ ഈ കുംഭമേളയ്ക്കെതിരെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിനെതിരായിക്കൊണ്ടുള്ള ആചാരങ്ങൾക്കെതിരായിക്കൊണ്ടൊക്കെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അത് BJPക്ക് കൂടുതൽ ശക്തി പകരുകയാണ് ചെയ്യുന്നത് എന്ന് ഇവർ അറിയുന്നുണ്ടോ, ഇനി അതല്ല മനസ്സിലാക്കാത്തതാണോ എന്ന് അറിയില്ല. എന്തായാലും തിരുത്തപ്പെടും എന്ന് പ്രത്യാശിക്കാം, ആശിക്കാം. അത് വെറുതെ ആണെങ്കിലും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. നന്ദി പാർത്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.